ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്നിന്റെ കവിയെ എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്റെ കവിക്ക് എന്നെയും പൂർണ്ണമായി അറിയാം. ഒരു കാര്യം ഒഴിച്ച് എന്റെ ജീവിതത്തിൽ നിത്യയുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ എല്ലാം എല്ലാം. അതാ അതിനുള്ള മറുപടി. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എനിക്ക് തന്ന ഈ അംഗീകാരത്തിന്, എന്നെക്കുറിച്ച് പറഞ്ഞ ഈ നല്ല വാക്കുകൾക്ക്, ഈ പ്രോത്സാഹനത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. ഒരുപക്ഷെ ഞാൻ ഇനിയും എഴുതുമായിരിക്കും. ഇതുവരെ എഴുതാൻ തോന്നിയ ഈ പ്രചോദനം വീണ്ടും ഉണ്ടാവുമെങ്കിൽ എടോ സന്തോഷേ, നമ്മൾ ചെല്ലുമ്പോഴേക്കെല്ലാം കഴിയോടോ? ഇല്ല സാറേ, അവൾ ഇന്ന് നമ്മുടെ കൈ പെട്ടത് തന്നെ. ഒരു കാരണവശാലും അവൾ ഇപ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ? ഉണ്ട്. എടോ ഒന്ന് പെട്ടെന്ന് പോടോ. കവിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. ഇനി സംസാരിക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ട ഒരാളാണ്. കഴിവുകൾ ഉണ്ടാകുന്നതിലല്ല, കണ്ടെടുക്കുന്നതിലാണ് കാര്യം. ഹരിയുടെ കവിതകളെ കണ്ടെടുത്തത് അതിനെ വായനാ ലോകത്തിന് സമ്മാനിക്കാൻ കാരണക്കാരിയായ ഹരിയുടെ പ്രിയപ്പെട്ട ആരാധിക നിത്യയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അയ്യോ, അമ്മേ, ഞാനോ? എനിക്ക് പറ്റില്ല, ഞാൻ പോവില്ല. ചെല്ലുമോളെ. അയ്യോ, ചെന്ന് സംസാരിക്കമ്മേ. അമ്മ ചെല്ലമ്മ, പോങ്ങമ്മ. ചെല്ല്. വാ. ചെല്ല്, ചെല്ല് മോളെ.
എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിനുള്ള കഴിവ് ഹരിക്കുണ്ടെന്ന് പൂർണ്ണമായും എനിക്കറിയാമായിരുന്നു. വെറൊരു കൗതുകത്തിന് ഹരിയുടെ കവിതകൾ ഞാൻ ഉല്ലാസിന് അയച്ചു കൊടുത്തതല്ല. അതിന്റെ പ്രാധാന്യം വായനക്കാർ മനസ്സിലാക്കണം എന്ന് കരുതി തന്നെയാണ് ഞാനത് ചെയ്തത്. ഇനി ഹരിയും ഞാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച്. ഈ പുസ്തകത്തിന്റെ പേര് പോലെ അതൊരു മധുര നൊമ്പരക്കാറ്റ് തന്നെയായിരുന്നു. ജീവിതം എന്നെ വിഷമിപ്പിച്ച എല്ലാ മുഹൂർത്തങ്ങളിലും എന്നെ തഴുകിപ്പോയ മധുരമുള്ള കാറ്റ്. ഹരിയെ ഞാൻ നേരിട്ട് കാണുമെന്ന് ഒരിക്കൽ പോലും കരുതിയിട്ടില്ല. ജീവിതം മറ്റൊരു വഴിക്ക് എന്നെ തിരിച്ചു വിട്ടപ്പോ അത് അവസാനിച്ചു എന്ന് ഞാൻ കരുതി. കാലത്തിന്റെ ചക്രങ്ങൾ ഞങ്ങൾ രണ്ടുപേരെയും അടുത്തടുത്ത് കൊണ്ടുവന്ന് നിർത്തി. ഇന്നെന്റെ കവിയെ എനിക്ക് പൂർണ്ണമായിട്ടറിയാം. എന്റെ കവിക്ക് എന്നെയും പൂർണ്ണമായി അറിയാം. ഒരു കാര്യം ഒഴിച്ച് ഹരിയുടെ മനസ്സിൽ ഇപ്പോഴും ബാക്കി കിടക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിത്യ തന്റെ ആരാണെന്ന്. അല്ലേ ഹരി? മധുര നൊമ്പരക്കാറ്റ്